എന്തായിരുന്നു ഇറാനെ ആക്രമിച്ചതിന് പിന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നോ ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത്? മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ലോകത്തിലെ മുൻനിര ഇക്കണോമിസ്റ്റും പൊളിറ്റിക്കൽ അനലിസ്റ്റും കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറുമായ ജെഫ്രി ഡി ചാസ് പറയുന്നത്. പ്രമുഖ ഇറാൻ മാധ്യമമായ തെഹ്റാൻ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രൊഫസർ ജെഫ്രി ഡി സാസ് ആക്രമണത്തിന് കാരണമായ ചരിത്രപരമായ സന്ദർഭത്തെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള സമഗ്ര വിശകലനം നൽകുന്നു. മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് സാറ്റ്സിൻ്റെ വിശകലനം സഹായിക്കും. അഭിമുഖത്തിൽ പ്രൊഫസർ സാറ്റ്സ് നിരവധി പ്രധാന വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനം ഇറാനിലെ ഭരണമാറ്റമാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ദീർഘകാല ലക്ഷ്യം. മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള US ഇസ്രായേൽ തന്ത്രമാണിത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇറാൻ്റെ ഭരണമാറ്റമാണെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രൊഫസർ സാറ്റ്സ് പറയുന്നു. ശക്തമായ സൈനിക നടപടിയില്ലാതെയും ഇസ്രായേലിനൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രം അനുവദിക്കാതെയും മേഖലയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയാകാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഗാസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവയെല്ലാം ഇസ്രായേൽ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ സിറിയ പോലുള്ള മറ്റ് അയൽരാജ്യങ്ങളുടെ ചില ഭാഗങ്ങളും കീഴ്പ്പെടുത്താനും ഇസ്രായേലിന് പദ്ധതിയുണ്ടെന്നും പ്രൊഫസർ സാറ്റ്സ് പറയുന്നു. 1996 ക്ലീൻ ബ്രേക്ക് എന്ന രാഷ്ട്രീയ തന്ത്രവുമായി നെതന്യാഹു അധികാരത്തിൽ വന്നു. ഇതിനർത്ഥം ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാകില്ലെന്നും അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ ആധിപത്യത്തിനെതിരായ പലസ്തീൻ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്ന മിഡിൽ ഈസ്റ്റിലെ സർക്കാരുകളെ US സൈനിക പിന്തുണയോടെ ഇസ്രായേൽ അട്ടിമറിക്കും എന്നുമാണ്. ഇത് ലെബനൻ, സിറിയ, ഇറാഖ്, സുഡാൻ, ലിബിയ, സൊമാലിയ, ഇപ്പോൾ ഇറാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ US യുദ്ധങ്ങൾക്ക് കാരണമായതായും പ്രൊഫസർ സാറ്റ്സ് പറയുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ അല്ലാതെ ഈ മേഖലയിൽ സമാധാനമോ നീതിയോ സാധ്യമല്ലെന്നും പ്രൊഫസർ സാറ്റ്സ് പറയുന്നു. ഇസ്രായേലിലും അധിനിവേശ പ്രദേശങ്ങളിലും 8 ദശലക്ഷം ജൂതന്മാരും 8 ദശലക്ഷം പലസ്തീൻ അറബികളുമുണ്ട്. അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഏക പ്രായോഗിക സമീപനം. 1967 ജൂൺ 4 അംഗീകരിച്ച അതിർത്തികൾ അടിസ്ഥാനമാക്കി 194ാമത്തെ അംഗരാജ്യമായി പലസ്തീനെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവേശിപ്പിക്കുകയും കിഴക്കൻ ജെറുസലേമിൽ തലസ്ഥാനം സ്ഥാപിക്കുകയും മുസ്ലിം പുണ്യസ്ഥലങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയുമാണ് വേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ 193ൽ 180ലധികം രാജ്യങ്ങൾ, അതായത് ലോക ജനസംഖ്യയുടെ ഏകദേശം 95% പേരും ദ്വിരാഷ്ട്ര സമീപനത്തെ പിന്തുണയ്ക്കുന്നു. അതിനാൽ ആഗോള പിന്തുണയോടെ ഇത് നടപ്പിലാക്കാൻ കഴിയും. ഇസ്രായേൽ അതിന് സമ്മതിക്കില്ല. അതിനാൽ മിഡിൽ ഈസ്റ്റിനെയും പശ്ചിമേഷ്യയും ഇറാൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും സുരക്ഷിതമാകുന്ന ഒരു സമഗ്ര സമാധാന കരാറിൻ്റെ ഭാഗമായി UN സുരക്ഷാ കൗൺസിൽ ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കണമെന്നും പ്രൊഫസർ സാറ്റ്സ് ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായും സമാധാനം നിലനിർത്താനുള്ള UN സുരക്ഷാ കൗൺസിലിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കനുസൃതമായും UN സുരക്ഷാ കൗൺസിൽ ഇതുമായി മുന്നോട്ട് പോകണം. മാത്രമല്ല, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി US മുന്നോട്ട് പോകണമെന്നും പ്രൊഫസർ സാറ്റ്സ് ആവശ്യപ്പെടുന്നു. ഈ പരിഹാരമാർഗത്തെ ഇസ്രായേലിന് വേണ്ടി US ഇതുവരെ വീറ്റോ ചെയ്തിട്ടുണ്ട്. നീതിയുക്തമായൊരു പരിഹാരമാണിത്. 180ലധികം രാജ്യങ്ങൾ US വ്യക്തമായും കൃത്യമായും പറയണം സമാധാനത്തിലേക്ക് എത്താൻ മറ്റു വഴികളൊന്നുമില്ലെന്ന്. US പരിഹാരമായി കരുതുന്നത് നിയമവിരുദ്ധത, രക്തച്ചൊരിച്ചിൽ, യുദ്ധം എന്നിവയാണെന്നും പ്രൊഫസർ സാറ്റ്സ് ആരോപിച്ചു. അമേരിക്കയുടെ സ്വന്തം സുരക്ഷയ്ക്കും ക്ഷേമത്തിനും തുരങ്കം വയ്ക്കുന്നതാണ് ഈ നയമെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു.